കലാഭ്യാം ചൂടാലങ്കൃതശശികലാഭ്യാം നിജതപഫലഭ്യാം ഭക്തേഷു പ്രകടിതഫലഭ്യാം ഭവതു മേ ശിവഭ്യാമസ്തോകത്രിഭുവനശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരതനുഭവാഭ്യാം നദിരിയം. നമസ്കാരം. ഇന്നത്തെ സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനന്ദ ലഹരി എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയെപ്പോലെ തന്നെ മറ്റൊരു സ്തോത്രമാണ്. ശിവനെക്കുറിച്ചുള്ള 100 മനോഹരമായ ശ്ലോകങ്ങളാണ് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ശിവനെ വന്ദിച്ചുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത്. ഇവിടെ അദ്ദേഹം പറയുകയാണ്, ശിവാഭ്യാം മേ നദിരയം അസ്തു. ആ ശിവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. ശിവാഭ്യാം മേ നദിരയം അസ്തു ഭവതു മേ. ആ നദി ഭവതു നമസ്കാരം ഭവിക്കട്ടെ. ശിവനെ നമസ്കരിക്കുകയാണ് ആദ്യം. ഏത് കാവ്യവും പണ്ട് തുടങ്ങുക ഒരു നമസ്കാരത്തോട് കൂടിയിട്ടാണ്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഏതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമാ എന്ന് പറഞ്ഞിട്ടാണ് മാഹാത്മ്യം ഭാഗവതത്തിൽ തുടങ്ങുക. കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇനി എന്തൊക്കെയാണ് ശിവന് ഇവിടെ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ? അങ്ങനത്തെ ശിവനെ പാർവതി പരമേശ്വരന്മാരെ നമസ്കരിക്കുന്നു. ഋണകലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം. വേദം മുതലായിരിക്കുന്ന എല്ലാ സകല വിദ്യാ സ്വരൂപന്മാരായിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർ. കല എന്ന് പറയുമ്പോൾ അതിന് ശരിക്കുള്ള അർത്ഥം ആർട്ട് അല്ല. 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിച്ചു ഭഗവാൻ എന്ന് പറഞ്ഞു. ഒരു കല എന്ന് പറഞ്ഞാൽ ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളും പറയുമ്പോൾ ബാച്ചിലർ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്ജക്റ്റ് എന്നർത്ഥമാണ്. ഒരു സബ്ജക്റ്റ്. അവിടെ ആർട്ട് എന്നുള്ള അർത്ഥം. സർവ്വവേദം മുതലായിരിക്കുന്ന സർവകലകളുടെയും വിദ്യാസ്വരൂപന്മാരായിരിക്കുന്ന പാർവതി പരമേശ്വരനെയാണ് നമസ്കരിക്കുന്നത്. മാത്രമാണോ? അല്ല. ചൂടാലങ്കൃത ശശികലാഭ്യാം. ചന്ദ്രക്കല ശിരസിൽ ചൂടിയിട്ടുള്ളതായിട്ടുള്ള പാർവതി പരമേശ്വരന്മാർ. രണ്ടാൾക്കുണ്ട് ചന്ദ്രക്കല കേട്ടോ. ശിവൻ്റെ കലകൾക്കൊക്കെ ചന്ദ്രക്കലയുണ്ട്. പാർവതിക്കുണ്ട്, ഗണപതിക്കുണ്ട്, അയ്യപ്പനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സുബ്രഹ്മണ്യനുണ്ട് ചന്ദ്രക്കല. അതൊരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഒരു ഗ്രഹം മാത്രമാണ്, അല്ലെങ്കിൽ ഉപഗ്രഹം മാത്രമാണ് എന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ് തെറ്റിദ്ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറയാച്ചാൽ അങ്ങനെയല്ല. അതിനൊക്കെ എന്തൊക്കെയോ സത്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കേണ്ടിയിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചന്ദ്രക്കല മറ്റു മതസ്ഥരും ചന്ദ്രക്കലയെ ഒരു അടയാളാക്കി എടുക്കുന്നുണ്ട് അല്ലേ. എന്തോ അതിനൊരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അതാണ് ശിവന് ചന്ദ്രക്കല വന്നതെന്നാണ്. ശിവൻ്റെ കണ്ടിട്ടാണ് അവർ പഠിച്ചതെന്നൊക്കെ പറയാം. അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മൾ എടുക്കണില്ല. അപ്പം എന്തായാലും ചന്ദ്രക്കല ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പം അത് ചൂടിയവരും. രണ്ടായി വിശേഷണം. മൂന്നാമത് പറയണു, നിജതപഫലഭ്യാം. അന്യോന്യം ചെയ്തതായിരിക്കുന്ന തപസ്സിൻ്റെ ഫലം അനുഭവിക്കുക. ഫലഭോക്താവ്, നമ്മൾ ഗുണഭോക്താവ് എന്ന് പറയില്ല, ഒരു ഫലഭോക്താവ് എന്ന് വെച്ചാൽ നല്ലൊരു പത്നിയെ മനസ്സിനിണങ്ങിയത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവ്വജന്മ തപസ്സിൻ്റെ ഫലാത്രയത്. ഒരാൾക്ക് വേദനിച്ചാൽ മറ്റൊരാൾക്ക് വേദനിക്കാം, ഒരാൾക്ക് സന്തോഷിച്ചാൽ മറ്റൊരാൾക്ക് സന്തോഷമാവണം. അപ്പം നല്ലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ സ്ത്രീ അനവധി ജന്മത്തിൽ തപസ് ചെയ്യണം എന്നാണ്. അപ്പം ആ തപസ്സിൻ്റെ ഫലമായിട്ടാണ് പാർവതിക്ക് പരമേശ്വരനെ കിട്ടിയതും പരമേശ്വരനെ പാർവതിയെ കിട്ടിയതും എന്നാണ്. 2 കൂട്ടരും തപസ്സിൻ്റെ ഫലമാണ് അത്ര. അങ്ങനത്തെ ഒരു ദാമ്പത്യം വളരെ കുറവായി ലോകത്തിലേ. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടിക്കാലത്ത് പാർവതി വളരെയേറെ തപസ് ഇങ്ങനെ ചെയ്തിട്ടാണത്രേ അമ്മ മേന പറയും, എന്താ കുട്ടി ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെ തപസ് ചെയ്യണം, കളിച്ചു വില്ലസിച്ച് നടക്കേണ്ട സമയമല്ലേ, മാ എന്ന് പറയും. അരുതേ കുട്ടി എന്ന് പറഞ്ഞാൽ കണ്ണേ കരളെ ഇതൊക്കെ നമ്മൾ പറയുന്ന വാക്കാണ് സംസ്കൃതത്തിൽ. മാ എന്ന് പറഞ്ഞാൽ അരുത്. ഈ ആണത്രേ ഉമ എന്ന പേരായ ഉമാദാക്ഷായണി ഗൗരി എന്ന അമരം.
അപ്പോൾ ആ തപസ്സിൻ്റെ ഫലമായിട്ട് അന്യോന്യം നേടിയവരും ഇനിയോ പറയണ ഭക്തേഷു പ്രകടിത ബലാഭ്യാം, ഭക്തന്മാരിൽ എല്ലാ പ്രകാരത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുക്കുന്നത്. എന്തുദ്ദേശിച്ചിട്ട് പരമേശ്വരനെ നമഃശിവായ ഭജിക്കുന്നുവോ ആ ഭക്തന് എല്ലാം സാധിപ്പിച്ച് എല്ലാ ഫലങ്ങളും കൊടുക്കുന്നവരും സർവ്വതും കൊടുക്കുന്നവരും ഭക്തേഷു പ്രകടിത ബലാഭ്യാം. ഇനി എന്താണ്? ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം, അസ്തോകത്രിഭുവന ശിവാഭ്യാം. അസ്തോകം എന്ന് പറഞ്ഞാൽ അതിരില്ലാത്ത അളവറ്റതായ മംഗളങ്ങളും ഐശ്വര്യങ്ങളും പ്രപഞ്ചത്തിന് നൽകുന്നവനും എന്നർത്ഥം. അസ്തോകം വലിയ, തോകം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എന്നുള്ള അർത്ഥമാണ്. അപ്പം അസ്തോകം എന്ന് പറഞ്ഞാൽ ചെറുതല്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരതനുഭവാഭ്യാം, സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ ആനന്ദമാകുന്ന തിരമാലകളുടെ ഒരു ധാര തന്നെ സൃഷ്ടിക്കുന്നവനും. തിരുമാലകളുടെ ധാര എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ആനന്ദം ഭജിക്കുന്നവർക്കുണ്ടാവും. ഭജിക്കുന്തോറും ആനന്ദം കൂടും. അപ്പം അങ്ങനെ ഭക്തന്മാരുടെ മനസ്സിൽ ആനന്ദത്തിരമാലകളുടെ അറ്റമില്ലാത്ത ഒരു നിര സൃഷ്ടിക്കുന്നവനും ആയ ശിവാഭ്യാം, ശിവനായിക്കൊണ്ട് അല്ലെങ്കിൽ പാർവതി പരമേശ്വരനായിക്കൊണ്ട് മേ നദിരിയം ഭവതുമേ, എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു രീതിയിൽ നമ്മൾ അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ധ്യാവന്ദനം അവസാനിപ്പിക്കുകയാണ്. കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജ തപബലാഭ്യാം ഭക്തേഷു പ്രകടിത ബലാഭ്യാം ഭവതു മേ ശിവാഭ്യാം അസ്തോകത്രിഭുവന ശിവാഭ്യാം കൃതി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരതനുഭവാഭ്യാം നദിരിയം. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.